ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ഫ്രഷ് ആൻഡ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റിൻ്റെ ഒരു പകുതി പോർഷൻ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള പോർഷനാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ക്രീപ്പിൻ്റെ പോർഷനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ക്രീപ്പ് വെച്ചിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്രീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രീപ്പ് എന്ന് പറയുന്നത് കോൺക്രീറ്റിനകത്ത് ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റിന് ഇപ്പം എന്തെങ്കിലും ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് ക്രീപ്പ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ലോഡിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ത് വർക്കിന് വേണ്ടിയാണോ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത് ആ വർക്ക് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഒരു സ്ലാബോ അല്ലെങ്കിൽ ബീമോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തെ ഫ്ലോറിൻ്റെ ലോഡ് താങ്ങി നിൽക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ കോൺക്രീറ്റിനകത്ത് ഒരു ക്രീപ്പിംഗ് ഇമ്പാർട്ട് ചെയ്യും. ഈ ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ എബിലിറ്റി ഇമ്പാർട്സ് എ ഡിഗ്രി ഓഫ് ഡക്റ്റിലിറ്റി ടു കോൺക്രീറ്റ് ദാറ്റ് എനേബിൾ ഇറ്റ്സ് ടു ടോളറേറ്റ് ദ നോർമൽ റേഞ്ച് ഓഫ് സ്ട്രക്ചറൽ ഡീഫോർമേഷൻ. അതായത് ഒരു കുറേ ഫങ്ഷനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡക്റ്റിലിറ്റിക്ക്, അതായത് നമുക്കറിയാം കോൺക്രീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഒരു ഫങ്ഷൻ കുറേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡക്റ്റിലിറ്റിക്ക് എന്ത് വരും, ഡിഗ്രി ഓഫ് ഡക്റ്റിലിറ്റിക്ക് എന്ത് വരും, ഒരു എന്താ പറയുക, അതിൻ്റെ ഡക്റ്റിലിറ്റി ടോളറേറ്റ് ചെയ്യാനുള്ള കോൺക്രീറ്റിൻ്റെ എബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ കോൺക്രീറ്റ് ക്രീപ്പ് എന്ന് പറയുന്നൊരവസ്ഥ എന്ന് പറയുന്നത്. അതായത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ക്രീപ്പ് പ്രൊവൈഡ്സ് സ്ട്രക്ചർ വിത്ത് എബിലിറ്റി ടു റീഡിസ്ട്രിബ്യൂട്ട് എക്സസീവ് സ്ട്രെസ്സിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ ക്രീപ്പ് എന്നുള്ളൊരവസ്ഥ കൊണ്ടാണ്. അപ്പോൾ വിത്തൗട്ട് ദ എബിലിറ്റി ടു ക്രീപ്പ് കോൺക്രീറ്റ് വുഡ് സിംപ്ലി ടു ഡു ബ്രിട്ടിൽ ഫോർ യൂസ് ഇൻ ദ മെജോറിറ്റി ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിനകത്ത് ഡീഫോർമേഷനും ടൈമും, ഈ ഗ്രാഫ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണുന്നില്ല, നിങ്ങൾക്ക് എഴുതാൻ ഈ ഗ്രാഫ് ഞാൻ സെപ്പറേറ്റ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡീഫോർമേഷൻ വൈ ആക്സിസിലും എക്സ് ആക്സിൽ ടൈമും ആണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ടൈമിനകത്ത്, നമ്മളിപ്പോൾ ക്രീപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രാഫാണിത്. നമ്മൾ ഒരു ടൈമിനകത്ത് ഒരു സ്ട്രക്ചറിലോട്ട് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം ഇതിൽ ഇത്രയും മുതൽ ഇതേ വരെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ലോഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തുള്ള ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ വരെ വരുന്നത് ആ സ്ട്രക്ചറിനുണ്ടാകുന്ന ഡീഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഡീഫോർമേഷൻസ് ആയിരിക്കും. പക്ഷേ ഈ ഒരു പോർഷൻ മുതൽ അതിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം എന്താണ്, ക്രീപ്പാണ്. ആ കോൺക്രീറ്റ് സ്ട്രക്ചറിനുണ്ടാകുന്ന ക്രീപ്പാണ്. അപ്പോൾ ഇൻ കേസ് നമ്മൾ കോൺസ്റ്റൻറ്റ് ലോഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ് റിമൂവ് ചെയ്യുന്ന ഒരു പോർഷനുണ്ട്, അവിടുന്ന് എന്താണ്, ഈ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടായ ആ സ്ട്രക്ചറിൽ ഒരു ഇലാസ്റ്റിക് റിക്കവറി ഉണ്ടാവും. ഓക്കെ, ഈ ഇലാസ്റ്റിക് റിക്കവറി ഉണ്ടാവും. പിന്നെ അതിലും താഴേക്ക് വരുവാണെങ്കിൽ അതിനൊരു പ്ലാസ്റ്റിക് റിക്കവറിയാണ് ഉണ്ടാവുക. പ്ലാസ്റ്റിക് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്കവറി പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇലാസ്റ്റിക് റിക്കവറി നടന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ റിക്കവറി വീണ്ടും ലോഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഈ പ്ലാസ്റ്റിക് റിക്കവറി ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാലും അതിലെന്താണ് നമുക്കൊരു ചേഞ്ചും വരുത്താൻ കഴിയില്ല. അതിലും ഡൗണായി പറയുകയാണെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് ഡീഫോർമേഷനാണ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചേഞ്ചും നടത്താൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ക്രീപ്പിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ക്രീപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസിങ് സ്ട്രെയിൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ അണ്ടർ എ സസ്റ്റെയിൻഡ് ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ്. വെൻ ലോഡഡ് കോൺക്രീറ്റ് എക്സ്പീരിയൻസസ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് ഇലാസ്റ്റിക് സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ പറഞ്ഞ പോലെ തന്നെ ലോഡ് കൊടുക്കുന്നതിന് സമയത്ത് അതിലൊരു ഇൻസ്റ്റൻറ്റേനിയസ് ഇലാസ്റ്റിക് സ്ട്രെയിൻ ഉണ്ടാവും. ആ ഇലാസ്റ്റിക് സ്ട്രെയിൻ റിക്കവറബിളാണ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് ക്രീപ്പ് സ്ട്രെയിനാണ് നടക്കുന്നുണ്ടെങ്കിൽ അത് പാർഷ്യലി റിക്കവറബിളാണ്. ഇതാണ് ക്രീപ്പിന് നമുക്കൊരു ഡെഫിനേഷൻ പറയുവാണെങ്കിൽ. ഇനി ക്രീപ്പ് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷറിങ് ദ ചേഞ്ചിങ് സ്ട്രെയിൻ വിത്ത് ടൈം ഓഫ് സ്പെസിമെൻ സബ്ജക്റ്റ് ടു എ കോൺസ്റ്റൻറ്റ് സ്ട്രെസ്. നമ്മൾ കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സിൽ ഒരു സ്പെസിമെനിൽ കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ചേഞ്ചിങ് സ്ട്രെയിൻ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ക്രീപ്പ് നോക്കുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നിങ്ങളിത്
ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി, കാരണം നമ്മൾ ആദ്യം പഠിച്ച ഗ്രാഫാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രീപ്പ്. ക്രീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രീപ്പ് എന്ന് പറയുന്നത്, ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഈസ് ലോഡ് ഇൻഡ്യൂസ്ഡ് ആണല്ലോ. അപ്പോൾ ലോഡ് ഇൻഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ ക്രീപ്പ് കൂടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഗ്രാഫ് വരച്ചപ്പോൾ തന്നെ പറഞ്ഞു, കോൺസ്റ്റൻറ്റ് ലോഡ് കൊടുക്കുന്ന സമയമുണ്ട്, അല്ലെങ്കിൽ ആ ലോഡ് റിമൂവ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ക്രീപ്പിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ ലോഡ് എന്താണ്, നമ്മളെ ക്രീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇതെന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ദ കോൺക്രീറ്റ് ടു ക്രീപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മിക്സ് മെറ്റീരിയൽ ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ദ കോൺക്രീറ്റ്. ദ സിമെൻറ്റ് പേസ്റ്റ് ക്രീപ്സ് ആൻഡ് ദ റോൾ ഓഫ് അഗ്രിഗേറ്റ് ഈസ് ടു. അപ്പോൾ നമ്മൾ ഒരു ഈ കോൺക്രീറ്റിൻ്റെ ക്രീപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ചില ഫാക്ടേഴ്സാണ് പൊട്ടൻഷ്യൽ ഓഫ് ദ കോൺക്രീറ്റ്, പിന്നെന്താണ് സിമെൻറ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമെൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ, പിന്നെന്താണ് റോൾ ഓഫ് അഗ്രിഗേറ്റ്, നമ്മളതിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്. ഇതൊക്കെ എന്താണ്? ക്രീപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഡ്യൂറബിലിറ്റി. ഇപ്പോൾ നമുക്കറിയാം എന്ത് സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റി, അതിപ്പോൾ കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഏത് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിന് അതിന് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും കോൺക്രീറ്റിനകത്ത്. അപ്പോൾ ആ എബിലിറ്റി അതിൻ്റെ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് ഫുൾഫില്ല് ചെയ്യാനുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ കഴിവില്ലായ്മ എന്ന് വെച്ചാൽ അത്രയും ഡ്യൂറബിളായിട്ട് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു ഡെറ്റീരിയേഷൻ, അതായത് കോൺക്രീറ്റിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോസസ് ദാറ്റ് മേ ഒക്യൂർ ആസ് എ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റിൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ കോൺസ്റ്റുവൻറ്റ് മെറ്റീരിയൽസ് ഓർ ദെയർ റിയാക്ഷൻ വിത്ത് കണ്ടാമിനൻസ് പ്രസൻറ്റ്. ഒന്നെങ്കിൽ ആ കോൺക്രീറ്റിനകത്തുള്ള കോൺസ്റ്റുവൻറ്റ് മെറ്റീരിയൽസിൻ്റെ റിയാക്ഷൻ കൊണ്ടോ, അല്ലെങ്കിൽ അതിലുള്ള കണ്ടാമിനൻസിൻ്റെ പ്രസൻസ് കൊണ്ടോ കോൺക്രീറ്റിന് എന്ത് ചെയ്യും, അതിൻ്റെ ഡ്യൂറബിലിറ്റി നഷ്ടപ്പെടും ഇല്ലേ. അപ്പോൾ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഡാമേജിങ് എഫക്ട്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. എന്ത് ഡാമേജിങ് എഫക്ട്സ് ഉണ്ടെങ്കിലും ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം അത് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചർ നമുക്ക് എന്ത് പറയാം, ഡ്യൂറബിളാണ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് എന്താണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡ്യൂറബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്ക് ഡ്യൂറബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ അസൈൻമെൻ്റ് ആക്കി എഴുതുന്നുണ്ട്. ഓക്കെ, ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഇൻഫ്ലുവൻസിങ് ദ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ. അച്ചീവ്മെൻറ്റ് ഓഫ് സ്ട്രക്ചറൽ ഡ്യൂറബിലിറ്റി റിക്വയർസ് റിഗറസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ബൈ ദ ഡിസൈനർ ഓഫ് കോൺ. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ആക്യുറേറ്റ്ലി പ്രെഡിക്റ്റ് ക്രാക്കിംഗ് ഉണ്ട്, പിന്നെ കോൺക്രീറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കോൺക്രീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ശ്രിങ്കേജിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഡ്യൂറബിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ എന്താണ്, ആ മെമ്പറിൻ്റെ ഷേപ്പ്, പിന്നെ കോംപ്ലിക്കേറ്റിംഗ് കോൺക്രീറ്റ്, കോമ്പാക്ഷന്, ഇതൊക്കെ എന്താണ്, ഡ്യൂറബിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ദെൻ അടുത്തതാണ് പോണ്ടിങ് ഓഫ് വാട്ടർ ഈസ് പ്രിവെൻറ്റഡ്. ഇപ്പോൾ പോണ്ടിങ് എപ്പോഴാണ് ഉണ്ടാവുക, റെയിനോ സീ വാട്ടർ ഡ്രെയിനേജ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുക, ഒരു കോൺക്രീറ്റിനകത്ത് പോണ്ടിങ് ഉണ്ടാവുക. അതെന്താണ്, നമ്മുടെ ഡ്യൂറബിലിറ്റിനെ അഫക്റ്റ് ചെയ്യും. ദെൻ അടുത്തത് എന്താണ്, നോ ഇൻഗ്രസ് ഓഫ് വാട്ടർ ക്യാൻ ഒക്യൂർ ഇൻ ടു ജോയിൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ കുറേ ജോയിൻറ്റ്സ് ഉണ്ടാവും, ആ ജോയിൻസിനകത്ത് വാട്ടർ നിന്ന് കഴിഞ്ഞാലും എന്താണ്, അത് ഡ്യൂറബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. അടുത്തത് ഡ്യൂറബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ കോസസും എക്സ്റ്റേർണൽ കോസസുമാണ് പറയുന്നത്. ഇൻറ്റേർണൽ കോസിൽ മെയിനായിട്ടുള്ളത് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷനാണ്. ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വോളിയം ചേഞ്ചസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ തേർമൽ പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റ് ആൻഡ് സിമെൻറ്റ് പേസ്റ്റ് ആൻഡ് ദ പെർമിബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. നമ്മൾ പറഞ്ഞു തേർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാകുന്നുണ്ട് കോൺക്രീറ്റ് മിക്സിനകത്ത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത് പറയുന്നത്, ഈ ഇൻറ്റേർണൽ കോസസ് ആക്കി പറയുന്നത്. ദെൻ എക്സ്റ്റേർണൽ കോസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെക്കാനിക്കൽ കോസൊക്കെ എക്സ്റ്റേർണൽ കോസാണ്. അതിലെന്തൊക്കെയാണ് വരിക, വെതറിങ് വരും, പിന്നെ എക്സ്ട്രീം ടെമ്പറേച്ചർ അബ്രേഷൻസ്, പിന്നെ ഇലക്ട്രോലിറ്റിക് ആക്ഷൻസ്, ഇതൊക്കെ എന്താണ്, എക്സ്റ്റേർണൽ കോസാണ്. ഇനി കെമിക്കൽ അറ്റാക്കായിട്ട് നമുക്ക് കോമൺ ആയിട്ട് പറയുന്നത് ലീച്ചിങ് ആണ്. ലീച്ചിങ് നടക്കുക എവിടെയാണ്, സിമെൻറ്റ് അതേപോലെ തന്നെ സിമെൻറ്റിലുള്ള കോൺസ്റ്റുവൻ്റാണ് സൾഫേറ്റ്സ് എന്ന് പറയുന്നത്. അതും തമ്മിലുള്ള റിയാക്ഷനാണ് എന്ത് പറയുന്നത്, ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്,
വെൽ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്, അതേപോലെ ഗുഡ് വർക്ക്മാൻഷിപ്പ് റെഡ്യൂസ്ഡ് ബൈ പോറോസിറ്റി. നമ്മളെ പോറോസിറ്റി കൊണ്ട് ഗുഡ് വർക്ക്മാൻഷിപ്പ് ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അതും എന്താണ് നമുക്ക് ഡ്യൂറബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്തെന്താണ് യൂസ് ഓഫ് അലുമിനിയം സൾഫേറ്റ്സ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്, പോർട്ട്ലാൻഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ഓർ പോർട്ട്ലാൻഡ് പൊസ്ലാൻഡ് സിമെൻറ്റ്. ഈ ടൈപ്പ് സിമെൻറ്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡ്യൂറബിലിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ എന്താണ് സഫീഷ്യൻറ്റ് കവർ ഓർ റെയിൻഫോഴ്സ്മെൻറ്റ്. നമുക്കറിയാം ഓരോ റെയിൻഫോഴ്സ്മെൻറ്റിനും ഓരോ ടൈപ്പ് ഓഫ് കവറുണ്ട്. അപ്പോൾ ഒരു സഫീഷ്യൻറ്റ് കവർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഡ്യൂറബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത കോൺക്രീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശ്രിങ്കേജ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് ശ്രിങ്കേജ് എന്നുള്ളത്. ശ്രിങ്കേജ് ക്രാക്സ് ഇൻ കോൺക്രീറ്റ് ഒക്കെ ഡ്യൂ ടു ചേഞ്ച് ഇൻ മോയ്സ്ചർ ഓഫ് കോൺക്രീറ്റ്. ഒന്നെങ്കിൽ കോൺക്രീറ്റിൻ്റെ മോയ്സ്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടോ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് മെറ്റീരിയൽസ് ലൈക്ക് കോൺക്രീറ്റ്, മോട്ടാർ, ബേൺഡ് ക്ലേ ബ്രിക്സ് ആർ പോറസ് ഇൻ ദ സ്ട്രക്ചർ ഇൻ ദ ഫോം ഓഫ് ഇൻ്റർമോളിക്കുലാർ സ്പേസ്. നമ്മൾ ജെൽ സ്പേസ് റേഷ്യോ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇൻ്റർമോളിക്കുലാർ സ്പേസ് കൊണ്ട് എന്ത് ചെയ്യും ശ്രിങ്കേജിൽ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ ദേ എക്സ്പാൻഡ് വെൻ ദേ അബ്സോർബ് ദ മോയ്സ്ചർ ആൻഡ് ഷ്രിങ്ക് വെൻ ദേ ഡ്രൈ. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഡ്രൈ ആവുമ്പോൾ അതിലെന്താണ് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ആ മോയ്സ്ചർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് ഈ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റ്മോസ്ഫിയറിലൊക്കെ അബ്സോർബായി പോകുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഡ്രൈ ആവും. അതാണ് എന്ത് ശ്രിങ്കേജിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ശ്രിങ്കേജ് ആയിട്ടുള്ള കോൺക്രീറ്റ് ശ്രിങ്കേജ് ന്യൂമറസ് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് ശ്രിങ്കേജസ് ഉണ്ട്. അതിൽ പറയുന്ന ഒരു ശ്രിങ്കേജാണ് പ്ലാസ്റ്റിക് ശ്രിങ്കേജ്, ഡ്രൈയിങ് ശ്രിങ്കേജ്, ഓട്ടോജനിക് ശ്രിങ്കേജ് ആൻഡ് കാർബണേഷൻ ശ്രിങ്കേജ്. നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഈ പേരുകൾ മാത്രം ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ഹാപ്പൻസ് സൂൺ ആഫ്റ്റർ ദ കോൺക്രീറ്റ് ഈസ് poured in the forms. അപ്പോൾ the water evaporates and results in the reduction of volume. അപ്പോൾ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനകത്ത് വാട്ടർ എവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ വോളിയം റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതിൽ ശ്രിങ്കേജ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ശ്രിങ്കേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോ മെനി ഫാക്ടേഴ്സ് ഉണ്ട് ശ്രിങ്കേജിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളതാണ് ഡ്രൈയിങ് കണ്ടീഷൻ, ഏത് കണ്ടീഷനിലാണ് ഉള്ളത് എന്നുള്ളത്. പിന്നെ എന്താണ് ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി എന്താണ് ഇതിന് ശ്രിങ്കേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. പിന്നെ അടുത്തൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ കോൺക്രീറ്റിൻ്റെ റിച്ച്നെസ്, അതായത് എത്ര കട്ടിയുള്ള കോൺക്രീറ്റാണ്, എത്ര കോൺക്രീറ്റിനകത്ത് യൂസ് ചെയ്ത സിമെൻറ്റ്, അഗ്രിഗേറ്റ്, ഇതൊക്കെ എന്താണ് കോൺക്രീറ്റ് റിച്ച്നെസ്സാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ഫാക്ടറാണ് ശ്രിങ്കേജിനെ അഫക്റ്റ് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറാണ് അഗ്രിഗേറ്റ് കോൺക്രീറ്റ് വിത്ത് ഹയർ അഗ്രിഗേറ്റ്. അപ്പോൾ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിനകത്ത് കൂടുതൽ അഗ്രിഗേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് എന്താ സംഭവിക്കുക, അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയും സർഫസിൻ്റെ റഫ്നെസ്സും എന്ത് ചെയ്യും, ശ്രിങ്കേജിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അഗ്രിഗേറ്റ് എന്താണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അടുത്തെന്താണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ശ്രിങ്കേജ് കുറയാണ് ചെയ്യുക. കാരണം വാട്ടർ സിമെൻറ്റ് റേഷ്യോ, വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ എത്രമാത്രം വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്താലും അതിലെന്താണ് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ശ്രിങ്കേജിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ സൈസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രിങ്കേജ് ഡിക്രീസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ശ്രിങ്കേജിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് മീഡിയം ആംബിയൻറ്റ് കണ്ടീഷൻ. അതായത് ദ റേറ്റ് ഓഫ് ശ്രിങ്കേജ് ഈസ് ലോവർ അറ്റ് ഹയർ വാല്യൂസ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഉള്ളത്, അത് ആ കോൺക്രീറ്റ് സ്ട്രക്ചറുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഭയങ്കര എന്താ പറയുക ഡ്രൈനെസ് ഉള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ശ്രിങ്കേജ് റേറ്റ് കൂടും. നേരെ മറിച്ച് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ള അറ്റ്മോസ്ഫിയറിലാണ് ആ സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്താണ് ശ്രിങ്കേജിൻ്റെ റേറ്റ് കുറയും. ഓക്കെ, അടുത്തൊരു ഫാക്ടറാണ് എന്ത്, അഡ്മിക്സ്ചർ.
അഡ്മിക്ചേഴ്സ് എഫക്റ്റ് വാരി ചെയ്യുന്നത് എന്താണ്? എനി മെറ്റീരിയൽ വിച്ച് സബ്സ്റ്റാൻഷ്യലി ചേഞ്ചസ് ദ പോർ സ്ട്രക്ചർ ഓഫ് ദ പേസ്റ്റ് വിൽ അഫക്റ്റ് ദ ശ്രിങ്കേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോൺക്രീറ്റ്. അപ്പോൾ നമ്മളെന്താണ്, നമുക്കറിയാം അഡ്മിക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഡ്മിക്ചേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രിങ്കേജിൻ്റെ എഫക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്മിക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനി മെറ്റീരിയൽ വിച്ച് സബ്സ്റ്റാൻഷ്യലി ചേഞ്ചസ് ദ പോർ സ്ട്രക്ചർ ഓഫ് ദ പേസ്റ്റ് വിൽ എഫക്റ്റ് ദ ശ്രിങ്കേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോൺക്രീറ്റ്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ പോർ റിഫൈൻമെൻറ്റ് ശ്രിങ്കേജ് എഫക്റ്റിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ശ്രിങ്കേജിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമ്മൾ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച്, ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗങ്ങളൊന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ കാണിക്കുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഇപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ടെസ്റ്റ് ടൈപ്പും ഉണ്ട്, ഫാക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടെസ്റ്റ് ടൈപ്പും ഉണ്ട്. അപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറും ഉണ്ട്, ടെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടേഴ്സും ഉണ്ട്. ആ ഫാക്ടേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൈസ് ഓഫ് ദി സ്പെസിമെൻ, സൈസ് ഓഫ് സ്പെസിമെൻ റിലേഷൻ വിത്ത് സൈസ് ഓഫ് അഗ്രിഗേറ്റ്, സപ്പോർട്ട് കണ്ടീഷൻ ഓഫ് ദ സ്പെസിമെൻ, മോയ്സ്ചർ കണ്ടീഷൻ ഓഫ് ദ സ്പെസിമെൻ, ടൈപ്പ് ഓഫ് ലോഡിംഗ് അഡോപ്റ്റഡ്, റേറ്റ് ഓഫ് ലോഡിംഗ്, ടൈപ്പ് ഓഫ് ടെസ്റ്റ് മെഷീൻ. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ സ്പെസിമെൻ്റെ സൈസ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റേഴ്സിലുള്ളൊരു 15 സെൻറ്റിമീറ്റർ ബൈ 15 സെൻറ്റിമീറ്ററുള്ളൊരു സൈസിലുള്ള സ്പെസിമെൻ ആയിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളത്. അടുത്തത് എന്താണ്, ഇപ്പോൾ നമ്മൾ ആ സ്പെസിമെൻ്റെ സപ്പോർട്ട് കണ്ടീഷൻ. അടുത്തെന്താണ്, മോയ്സ്ചർ കണ്ടീഷൻ, നമ്മളതിൽ യൂസ് ചെയ്യുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോ. പിന്നെന്താണ്, നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ലോഡിങ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കംപ്രസീവ് സ്ട്രെങ്ത് ആകുമ്പോൾ ലോഡിങ് ഗ്രാജുവലി ലോഡിങ് കൊടുക്കും, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോഡിങ് കൊടുക്കും. അപ്പോൾ ടൈപ്പ് ഓഫ് ലോഡിങ്ങും എന്താണ്, ഈ ടെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ടെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്, നമ്മൾ ഏത് ടൈപ്പ് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് അഗ്രിഗേറ്റാണ് യൂസ് ചെയ്യുന്നത്, കോമ്പാക്റ്റ് ചെയ്ത് നമ്മൾ കോൺക്രീറ്റ് നമ്മൾ മിക്സ് ഉണ്ടാക്കി ആ മിക്സ് കോമ്പാക്റ്റ് ചെയ്ത ഒരു മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഗ്രി ഓഫ് കോമ്പാക്ഷന്, ദെൻ മിക്സ് പ്രപ്പോർഷനിങ്, ടൈപ്പ് ഓഫ് ക്യൂറിങ്, ടൈപ്പ് ഓഫ് സ്ട്രെസ് സിറ്റുവേഷന്, പിന്നെന്താണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അഡ്മിക്ചേഴ്സ്. ഇതൊന്നും എന്തില്ല, നമ്മൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ സ്ട്രെങ്ത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല. ദെൻ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഇൻ കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പാണ് പറയുന്നത്. സ്ട്രെസ്സും സ്ട്രെയിനും റിലേഷൻഷിപ്പ് ഫോർ കോൺക്രീറ്റ് ഇൻ നോൺ ലീനിയർ, ഹവർ എസ്പെഷ്യലി ഫോർ സിലിണ്ട്രിക്കൽ സ്പെസിമെൻ. നമ്മൾ സിലിണ്ട്രിക്കൽ സ്പെസിമെനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് നോൺ ലീനിയർ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ലീനിയറായിട്ട് അസ്യൂം ചെയ്യും. അപ് ടു 40-50% ഓഫ് സ്ട്രെസ്സ്, അൾട്ടിമേറ്റ് സ്ട്രെസ്സ്, സിഗ്മ ULT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ്സ്. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിൽ നമ്മൾ സ്ട്രെസ്സും എക്സ് ആക്സിൽ സ്ട്രെയിനുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡക്റ്റിലിറ്റീൻ്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും വരയ്ക്കുക കേട്ടോ. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഡ്യൂ ടു ദ നോൺ ലീനിയാരിറ്റി ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ ഇനീഷ്യൽ ടാൻജൻറ്റ് മെത്തേഡ്, സീക്കൻറ്റ് മെത്തേഡ്. ഇതൊക്കെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡ്സാണ്. ഇതിലിപ്പോൾ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മളൊരു സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ റിലേഷൻഷിപ്പിനെ നമ്മൾ കാണിക്കുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയത്. പിന്നെ ക്രീപ്പിൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കോൺക്രീറ്റ് ശ്രിങ്കേജ് എവിടെയാണ് ഒക്യുർ ചെയ്യുന്നത് എന്നുള്ളൊരു പോർഷനും കൂടെ ഉണ്ട്. അതായത് കോൺക്രീറ്റ് ശ്രിങ്കേജ് എവിടെയാണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ലാസ്റ്റ് ശ്രിങ്കേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു
പോഴ്സിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കോൺക്രീറ്റിൻ്റെ ശ്രിങ്കേജ് കൂടുന്നുള്ളത്. അപ്പോൾ പോർഡ് കോൺക്രീറ്റ് ഉള്ളിടത്ത് ശ്രിങ്കേജ് ഉണ്ടാവും. സ്ലാബ്, ബീം, ബിയറിംഗ് വാൾസ്, ഫൗണ്ടേഷൻസ്, കോളംസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ശ്രിങ്കേജ് കോമൺ ആയിട്ട് കാണുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഇൻ പ്രീ സ്ട്രെസ്ഡ് മെമ്പേഴ്സ്. അതായത് ടാങ്ക് പോലത്തെ മെമ്പേഴ്സിലൊക്കെ എന്താണ്, ശ്രിങ്കേജ് കൂടുതലായി കാണും. Shrinkage is a problem for any poured concrete, but when it happens in bearing walls and foundations, the entire stability and integrity of the structure is in jeopardy. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിയറിംഗ് വാളോ ഫൗണ്ടേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ശ്രിങ്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ ഇൻറ്റഗ്രിറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ശ്രിങ്കേജിൽ നമുക്ക് പെൻഡിങ് ആയിട്ട് പറയാനുണ്ടായിരുന്നത്. ഈ പോർഷനും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടം കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഓക്കെ.